ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഈ ഒരു ഫ്ലവർ ഗ്രാനി സ്ക്വയർ ആണ്. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു 3 കളർ യാണും ഈ ഒരു ഹുക്കുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു മാജിക് റിംഗ് ആണ് ഉണ്ടാക്കേണ്ടത്. അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് യാണ് ഞാൻ കയ്യിൻ്റെ മേലെ ഇങ്ങനെ ക്രോസ് ആയിട്ട് വെക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഫസ്റ്റ് ലൂപ്പിലൂടെ ഈ സെക്കൻഡ് ലൂപ്പിനെ കൊണ്ടുവന്നിട്ട് ഈ ഒരു യാൺ എടുത്തിട്ട് ഈ ഒരു ലൂപ്പിൻ്റെ ഉള്ളിലൂടെ കൊണ്ടുവരാം. അപ്പോൾ ഇതാണ് നമ്മളുടെ മാജിക് റിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് 3 ചെയിൻ ഇട്ട് കൊടുക്കാം. 1 2 3. ഇനി നമ്മൾ ഈ ഒരു മാജിക് റിങ്ങിലോട്ട് 11 ഡബിൾ ക്രോഷ്യാണ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനായിട്ട് ആദ്യം യാൺ ഓവർ ചെയ്തിട്ട് ഈ ഒരു മാജിക് റിങ്ങിലേക്ക് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്ത് യാൺ ഓവർ ചെയ്തിട്ട് പുൾ ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഹുക്കിൻ്റെ മേലെ 3 ലൂപ്പ് ഉണ്ടാകും. യാൺ ഓവർ ചെയ്തിട്ട് ഈ ഫസ്റ്റ് 2 ലൂപ്സിനെ മാത്രം ക്ലോസ് ചെയ്യുക. പിന്നെയും നമ്മളുടെ ഹുക്കിൻ്റെ മേലെ 2 ലൂപ്സ് ഉണ്ടാകും. യാൺ ഓവർ ചെയ്തിട്ട് ആ 2 ലൂപ്സിനെയും ക്ലോസ് ചെയ്യുക. ഒന്നും കൂടെ കാണിച്ചു തരാം. യാൺ ഓവർ ചെയ്തിട്ട് മാജിക് റിങ്ങിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്തിട്ട് യാണിനെ പുൾ ചെയ്യുക. മാജിക് റിങ്ങിലൂടെ മാത്രം. ഇപ്പോൾ നമ്മുടെ ഹുക്കിൻ്റെ മേലെ 3 ലൂപ്പ് ഉണ്ടാകും. യാൺ ഓവർ ചെയ്തിട്ട് ഫസ്റ്റ് 2 ലൂപ്പിനെ ക്ലോസ് ചെയ്യുക. പിന്നെയും 2 ലൂപ്സ് ഉണ്ടാകും. യാൺ ഓവർ ചെയ്തിട്ട് ആ 2 ലൂപ്സിനെ ക്ലോസ് ചെയ്യുക. ഫസ്റ്റ് യാൺ ഓവർ ചെയ്യുക, മാജിക് റിങ്ങിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്തിട്ട് മാജിക് റിങ്ങിലോട്ട് മാത്രം കൊണ്ടുവരിക. ഇപ്പോൾ നമ്മുടെ ഹുക്കിൻ്റെ മേലെ 3 ലൂപ്പ് ഉണ്ടാകും. യാൺ ഓവർ ചെയ്തിട്ട് ഫസ്റ്റ് 2 ലൂപ്പിനെ ക്ലോസ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഹുക്കിൻ്റെ മേലെ 2 ലൂപ്പ് ഉണ്ടാകും. യാൺ ഓവർ ചെയ്തിട്ട് ആ 2 ലൂപ്സിനെ ക്ലോസ് ചെയ്യുക. ഇനി ഞാൻ ബാക്കിയുള്ള സ്റ്റിച്ചസും കൂടി ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, നമ്മളിവിടെ 11 സ്റ്റിച്ചസും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടൈറ്റ് ചെയ്യാം. അതിനായിട്ട് ഈ ഒരു എൻഡ് പോർഷൻ വലിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളുടെ ഈ ഒരു മാജിക് റിങ് ക്ലോസ് ആയിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ ഇത് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് 3rd ചെയിനിലേക്ക് നമ്മളൊരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 1 2 3 നമ്മൾ 3rd ചെയിനിലേക്ക് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. യാൺ ഓവർ ചെയ്തിട്ട് സെയിം സ്റ്റിച്ചിലൂടെ മാത്രം കൊണ്ടുവരിക. ഇപ്പോൾ നമ്മൾ ഹുക്കിൻ്റെ മേലെ 2 ലൂപ്പ് ഉണ്ടാവും. ഇതിൻ്റെ ഫസ്റ്റ് ലൂപ്പിനെ ഈ സെക്കൻഡ് ലൂപ്പിലേക്ക് കൊണ്ടുവരും. അപ്പോൾ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടൈറ്റ് ചെയ്യാം. ഇനി നമുക്ക് യാൺ കട്ട് ചെയ്യാം. യാൺ ഇവിടുന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ടെയിലിന് പുറത്തേക്ക്. അപ്പോൾ ഇവിടെ നമ്മൾ മാജിക് റിങ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പെറ്റൽസ് ചെയ്യാൻ പോവാണ്. പെറ്റൽസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു മേലത്തെ ചെയിനിലേക്ക് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൽ ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഞാൻ പെറ്റൽസിന് പിങ്ക് കളറാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. പിങ്ക് കളർ യാൺ എടുത്തിട്ട് നമ്മൾ ഹുക്കിൻ്റെ മേലെ ഇതുപോലെ വെക്കുക. അതിനുശേഷം ഈ ഒരു യാണിനെ ഈ ഒരു ചെയിനിലൂടെ പുറത്ത് കൊണ്ടുവരിക. ഇനി നമ്മൾക്ക് ഇവിടെ ഒരു നോട്ട് ചെയ്യാവുന്നതാണ്. സിമ്പിൾ നോട്ടാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ നോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു സെയിം സ്പേസിലേക്ക് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്തിട്ട് യാൺ ഓവർ ചെയ്തിട്ട് ഒരു ലൂപ്പിനെ പുൾ ചെയ്യുകയാണ്. ഇനി നമ്മൾ ചെയിൻ 4 ആണ് ചെയ്യാൻ പോകുന്നത്. 1 2 3 4. അപ്പോൾ ഇനി നമ്മൾ 2 ഡബിൾ ക്രോഷ്യ ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് 2 പ്രാവശ്യം യാൺ ഓവർ ചെയ്തിട്ട് നമ്മൾ അടുത്ത സ്റ്റിച്ചിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുകയാണ്. യാൺ ഓവർ ചെയ്തിട്ട് പുൾ ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഹുക്കിൻ്റെ മേലെ 4 ലൂപ്സ് ഉണ്ടാകും. യാൺ ഓവർ ചെയ്തിട്ട് ഫസ്റ്റ് 2 ലൂപ്സിനെ ക്ലോസ് ചെയ്യുക. പിന്നെ യാൺ ഓവർ ചെയ്തിട്ട് ആ 2 ലൂപ്സിനെ ക്ലോസ് ചെയ്യുക. നമ്മൾ ഇവിടുന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് അടുത്ത ഡബിൾ ക്രോഷ്യ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് 2 തവണ യാൺ ഓവർ ചെയ്യുക. ആ സെയിം സ്റ്റിച്ചിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്ത് പുൾ ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഹുക്കിൻ്റെ മേലെ 5 ലൂപ്സ് ഉണ്ടാകും. യാൺ ഓവർ ചെയ്തിട്ട് ഫസ്റ്റ് 2 ലൂപ്സിനെ ക്ലോസ് ചെയ്യുക. ഇപ്പോൾ നമ്മളുടെ ഹുക്കിൻ്റെ മേലെ 4 ലൂപ്സ് ഉണ്ടാകും. യാൺ ഓവർ ചെയ്തിട്ട് പിന്നെയും 2 ലൂപ്സിനെ ക്ലോസ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഹുക്കിൻ്റെ മേലെ 3 ലൂപ്സ് ഉണ്ടാകും. എന്നിട്ട് ഒരിക്കലും കൂടെ യാൺ ഓവർ ചെയ്തിട്ട് ഈ 3 ലൂപ്സിനെയും ഒരുമിച്ച് ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് പെറ്റൽ എന്ന് പറയുന്നത്. നമുക്ക് ചെയിൻ 2 ആണ്. 1 2. ഇനി നമ്മൾ 3 ഡബിൾ ക്രോഷ്യാണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം 2 പ്രാവശ്യം യാൺ ഓവർ ചെയ്തിട്ട് അടുത്ത സ്റ്റിച്ചിലേക്ക് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്ത് പുൾ ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഹുക്കിൻ്റെ മേലെ 4 ലൂപ്സ് ഉണ്ടാകും. യാൺ ഓവർ ചെയ്തിട്ട് ഫസ്റ്റ് 2 ലൂപ്പിനെ ക്ലോസ് ചെയ്യുക. പിന്നെ യാൺ ഓവർ ചെയ്തിട്ട് ആ 2 ലൂപ്സിനെയും ക്ലോസ് ചെയ്യുക. ഇനി നമ്മൾ അടുത്ത ഡബിൾ ക്രോഷ്യ ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് 2 പ്രാവശ്യം യാൺ ഓവർ ചെയ്തിട്ട് ആ സെയിം സ്റ്റിച്ചിലേക്ക് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്ത് പുൾ ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഹുക്കിൻ്റെ മേലെ 5 ലൂപ്സ് ഉണ്ടാകും. ഇനി നമ്മൾ യാൺ ഓവർ ചെയ്തിട്ട് ഫസ്റ്റ് 2 ലൂപ്സിനെ ക്ലോസ് ചെയ്യുക. പിന്നെയും 2 ലൂപ്സ് ഉണ്ടാകും. യാൺ ഓവർ ചെയ്തിട്ട് ആ 2 ലൂപ്സിനെയും ക്ലോസ് ചെയ്യുക. എന്നിട്ട് അടുത്ത ഡബിൾ ക്രോഷ്യ ആക്കാൻ വേണ്ടിയിട്ട് 2 തവണ യാൺ ഓവർ ചെയ്യുക. ആ സെയിം സ്റ്റിച്ചിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്ത് പുൾ ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഹുക്കിൻ്റെ മേലെ 6 ലൂപ്സ് ഉണ്ടാകും. യാൺ ഓവർ ചെയ്ത് ഫസ്റ്റ് 2 ലൂപ്സിനെ ക്ലോസ് ചെയ്യുക. യാൺ ഓവർ ചെയ്തിട്ട് പിന്നെയുള്ള 2 ലൂപ്സിനെ ക്ലോസ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഹുക്കിൻ്റെ മേലെ 4 ലൂപ്സ് ഉണ്ടാകും. യാൺ ഓവർ ചെയ്തിട്ട് ആ 4 ലൂപ്സിനെയും ഒരുമിച്ച് ക്ലോസ് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ 2 ഡബിൾ ക്രോഷ്യ കഴിഞ്ഞു. നമ്മളിവിടെ 2 പെറ്റൽസ് ചെയ്ത് കഴിഞ്ഞ് 3ാമത്തെ പെറ്റൽസ് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം 2 പ്രാവശ്യം യാൺ ഓവർ ചെയ്തിട്ട് അടുത്ത സ്റ്റിച്ചിലേക്ക് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്ത് പുൾ ചെയ്യുക. ഇപ്പം നമ്മളുടെ ഹുക്കിൻ്റെ മേലെ 4 ലൂപ്സ് ഉണ്ടാകും. യാൺ ഓവർ ചെയ്ത് ഫസ്റ്റ് 2 ലൂപ്സിൻ്റെ ക്ലോസ് ചെയ്യുക. യാൺ ഓവർ ചെയ്ത് അടുത്ത 2 ലൂപ്സിനെ ക്ലോസ് ചെയ്യുക. അപ്പം നമ്മളുടെ ഹുക്കിൻ്റെ മേലെ 2 ലൂപ്സ് ഉണ്ടാവും. 2 പ്രാവശ്യം യാൺ ഓവർ ചെയ്യുക. ആ സെയിം സ്റ്റിച്ചിലേക്ക് ഇൻസേർട്ട് ചെയ്യുക.
യാൺ ഓവർ ചെയ്ത് പുൾ ചെയ്യുക. ഇപ്പം നമ്മുടെ ഹുക്കിൻ്റെ മേലെ 5 ലൂപ്സ് ഉണ്ടാകും. യാൺ ഓവർ ചെയ്ത് ഫസ്റ്റ് 2 ലൂപ്സിനെ ക്ലോസ് ചെയ്യുക. പിന്നെ യാൺ ഓവർ ചെയ്തിട്ട് ആ 2 ലൂപ്സിനെയും ക്ലോസ് ചെയ്യുക. ഇപ്പം നമ്മുടെ ഹുക്കിൻ്റെ മേലെ 3 ലൂപ്സ് ഉണ്ട്. പിന്നെയും 2 പ്രാവശ്യം യാൺ ഓവർ ചെയ്ത് ആ സെയിം സ്റ്റിച്ചിലേക്ക് ഹുക്കിങ് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്ത് പുൾ ചെയ്യുക. ഇപ്പം നമ്മളുടെ ഹുക്കിൻ്റെ മേലെ 6 ലൂപ്സ് ഉണ്ടാകും. യാൺ ഓവർ ചെയ്ത് ഫസ്റ്റ് 2 ലൂപ്സിനെ ക്ലോസ് ചെയ്യുക. പിന്നെയും യാൺ ഓവർ ചെയ്ത് ആ 2 ലൂപ്സിനെയും ക്ലോസ് ചെയ്യുക. ഇപ്പം നമ്മുടെ ഹുക്കിൻ്റെ മേലെ 4 ലൂപ്സ് ആയിരിക്കും ഉണ്ടാകുക. യാൺ ഓവർ ചെയ്തിട്ട് ആ 4 ലൂപ്സിനെയും ക്ലോസ് ചെയ്യുക. അങ്ങനെ നമ്മൾ 3 പെറ്റൽസ് ചെയ്തു. നമുക്ക് 4ാമത്തെ പെറ്റൽ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് 2 പ്രാവശ്യം 2 ചെയിൻ ചെയ്ത് കൊടുക്കുക. പിന്നെ 2 പ്രാവശ്യം യാൺ ഓവർ ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് ഹുക്കിങ് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്ത് പുൾ ചെയ്യുക. ഇപ്പോൾ നമ്മളുടെ ഹുക്കിന് മേലെ 4 ലൂപ്സ് ഉണ്ടാവും. യാൺ ഓവർ ചെയ്ത് ഫസ്റ്റ് 2 ലൂപ്സിനെ ക്ലോസ് ചെയ്യുക. യാൺ ഓവർ ചെയ്ത് പിന്നെയും 2 ലൂപ്സിനെ ക്ലോസ് ചെയ്യുക. ഇപ്പം നമ്മുടെ ഹുക്കിൻ്റെ മേലെ 2 ലൂപ്സ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെയും 2 പ്രാവശ്യം യാൺ ഓവർ ചെയ്ത് ആ സെയിം സ്റ്റിച്ചിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്ത് പുൾ ചെയ്യുക. ഇപ്പം നമ്മുടെ ഹുക്കിൻ്റെ മേലെ 5 ലൂപ്സ് ആയിരിക്കും. യാൺ ഓവർ ചെയ്ത് ഫസ്റ്റ് 2 ലൂപ്സിനെ ക്ലോസ് ചെയ്യുക. പിന്നെയും യാൺ ഓവർ ചെയ്ത് നെക്സ്റ്റ് 2 ലൂപ്സിനെ ക്ലോസ് ചെയ്യുക. ഇപ്പോൾ 3 ലൂപ്സ് ഇല്ലേ ഹുക്കിൻ്റെ മേലെ. 2 പ്രാവശ്യം പിന്നെയും യാൺ ഓവർ ചെയ്ത് ആ സെയിം സ്റ്റിച്ചിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്ത് പുൾ ചെയ്യുക. ഇപ്പം നമ്മുടെ ഹുക്കിൻ്റെ മേലെ 6 ലൂപ്സ് ആയിരിക്കും ഉണ്ടാവുക. യാൺ ഓവർ ചെയ്തിട്ട് ഫസ്റ്റ് 2 ലൂപ്സിനെ ക്ലോസ് ചെയ്യുക. പിന്നെ യാൺ ഓവർ ചെയ്തിട്ട് ആ 2 ലൂപ്സിനെയും ക്ലോസ് ചെയ്യുക. ഇനി നമുക്ക് ബാക്കി 4 ലൂപ്സ് ആയിരിക്കും. യാൺ ഓവർ ചെയ്തിട്ട് ആ 4 ലൂപ്സിനെയും ക്ലോസ് ചെയ്യാം. ബാക്കിയുള്ള സ്റ്റിച്ചസും കൂടെ ചെയ്തിട്ട് ഞാൻ ലാസ്റ്റ് കാണിക്കാം. അപ്പം നമ്മളിവിടെ 12 പെറ്റൽസും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 4th ചെയിനിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ചാണ് ചെയ്യാൻ പോകുന്നത്. 1 2 3 4. ഈ 4th ചെയിനിലേക്ക് ഹുക്കിന് ഇൻസേർട്ട് ചെയ്ത് യാൺ ഓവർ ചെയ്ത് പുൾ ചെയ്യുക. ഇപ്പം നമ്മളുടെ ഹുക്കിൻ്റെ മേലെ 2 ലൂപ്സ് ഉണ്ടാവും. ഈ ഫസ്റ്റ് ലൂപ്പ് ഈ സെക്കൻഡ് ലൂപ്പിൻ്റെ ഉള്ളിലൂടെ കൊണ്ടുവരും. നമുക്ക് ഈ ഒരു നോട്ട് ടൈറ്റ് ചെയ്യാം. അപ്പം നമുക്കിനി ഈ ഒരു യാണ് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ലൂപ്പിൻ്റെ ഉള്ളിലോട്ട് ഇതിനെ ഓക്കെ. അപ്പം നമ്മളിനി ആ ഒരു സ്ക്വയർ ഷേപ്പ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ യാണിനെ മേലെ വെക്കുക. അതിന് ശേഷം ഈ ഒരു സ്പേസിൻ്റെ ഉള്ളിലോട്ട് കൊണ്ടുവന്നിട്ട് ഇതിനെ പുറത്തെടുത്തിട്ട് നമ്മൾ മറ്റേത് ചെയ്ത പോലെ തന്നെ ഇവിടെ നമുക്കൊരു സിമ്പിൾ നോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ആ സെയിം സ്പേസിലേക്ക് ഹുക്കിന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. യാൺ ഓവർ ചെയ്തിട്ട് ഒരു ലൂപ്പ് പുൾ ചെയ്യുക. അപ്പോൾ നമ്മളുടെ ഹുക്കിന് മേലെ ഒരു ലൂപ്പ് ഉണ്ട്. ഇനി നമുക്ക് 4 ചെയിൻ ചെയ്ത് കൊടുക്കാം. 1 2 3 4. ഇനി നമ്മൾ ഈ ഒരു ചെയിൻ സ്പേസിലേക്ക് ട്രിപ്പിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാൻ പോവാണ്. അതിനായിട്ട് 2 പ്രാവശ്യം യാൺ ഓവർ ചെയ്യുക. ആ ഒരു ചെയിൻ സ്പേസിലേക്ക് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്ത് പുൾ ചെയ്യുക. ഇപ്പം നമ്മളുടെ ഹുക്കിൻ്റെ മേലെ 4 ലൂപ്പ് ഉണ്ടാകും. യാൺ ഓവർ ചെയ്ത് ഫസ്റ്റ് 2 ലൂപ്പിനെ ക്ലോസ് ചെയ്യുക. പിന്നെയും 2 ലൂപ്സ് ഉണ്ടാകും. യാൺ ഓവർ ചെയ്ത് ആ 2 ലൂപ്സിനെയും ക്ലോസ് ചെയ്യുക. ഇപ്പം നമ്മുടെ ഹുക്കിൻ്റെ മേലെ 2 ലൂപ്സ് ഉണ്ടാകും. അപ്പോൾ അതും കൂടെ നമ്മൾ യാൺ ഓവർ ചെയ്തിട്ട് ക്ലോസ് ചെയ്യണം. നമുക്ക് ആ ഒരു സെയിം സ്പേസിലേക്ക് തന്നെ ഒരു ട്രിപ്പിൾ ക്രോഷ്യയും കൂടെ ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് 2 പ്രാവശ്യം യാൺ ഓവർ ചെയ്യുക. ഒരു ചെയിൻ സ്പേസിലേക്ക് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്ത് പുൾ ചെയ്യുക. ഇപ്പം നമ്മളുടെ ഹുക്കിൻ്റെ മേലെ 4 ലൂപ്സ് ഉണ്ടാകും. യാൺ ഓവർ ചെയ്ത് ഫസ്റ്റ് 2 ലൂപ്സിനെ ക്ലോസ് ചെയ്യുക. പിന്നെയും 2 ലൂപ്സ് ഉണ്ടാകും. യാൺ ഓവർ ചെയ്ത് ആ 2 ലൂപ്സിനെയും ക്ലോസ് ചെയ്യുക. ഇപ്പോൾ ലാസ്റ്റ് നമ്മളെ ഹുക്കിൻ്റെ മേലെ 2 ലൂപ്സ് ആയിരിക്കും ഉണ്ടാകുക. അതിനെയും യാൺ ഓവർ ചെയ്തിട്ട് ക്ലോസ് ചെയ്യുക. ഇനി നമ്മൾ ചെയിൻ 1 ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഒരു സ്പേസിലേക്ക് 3 ഡബിൾ ക്രോഷ്യാണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം യാൺ ഓവർ ചെയ്തിട്ട് ആ ഒരു സ്പേസിലേക്ക് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്ത് പുൾ ചെയ്യുമ്പോൾ നമ്മളുടെ ഹുക്കിൻ്റെ മേലെ 3 ലൂപ്സ് ആയിരിക്കും ഉണ്ടാകുക. യാൺ ഓവർ ചെയ്ത് ഫസ്റ്റ് 2 ലൂപ്സിനെ ക്ലോസ് ചെയ്യുക. പിന്നെയും 2 ലൂപ്സ് ഉണ്ടാകും. യാൺ ഓവർ ചെയ്ത് അതിനെയും ക്ലോസ് ചെയ്യാം. നമുക്ക് സെക്കൻഡ് ഡബിൾ ക്രോഷ്യ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് യാൺ ഓവർ ചെയ്തിട്ട് ആ ഒരു മെയിൻ സ്പേസിലേക്ക് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യുക. 3 ലൂപ്സ് ഉണ്ടാവും. യാൺ ഓവർ ചെയ്ത് ഫസ്റ്റ് 2 ലൂപ്സിനെ ക്ലോസ് ചെയ്യുക. പിന്നെയും 2 ലൂപ്സ് ഉണ്ടാവും. ആ 2 ലൂപ്സിനെയും ക്ലോസ് ചെയ്യുക. പിന്നെയും ഒരിക്കലും കൂടെ യാൺ ഓവർ ചെയ്തിട്ട് ആ ഒരു സെയിം സ്പേസിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്ത് പുൾ ചെയ്യുക. ഇപ്പോൾ നമ്മളുടെ ഹുക്കിൻ്റെ മേലെ 3 ലൂപ്സ് ആയിരിക്കും ഉണ്ടാകുക. യാൺ ഓവർ ചെയ്ത് ഫസ്റ്റ് 2 ലൂപ്സിനെ ക്ലോസ് ചെയ്യുക. യാൺ ഓവർ ചെയ്ത് ലാസ്റ്റ് 2 ലൂപ്സിനെയും കൂടെ ക്ലോസ് ചെയ്യുക. ഇനി നമ്മൾ ചെയിൻ 1 ചെയ്ത് കൊടുക്കാൻ പോവാണ്.
ഇനി നമ്മൾ അടുത്ത സ്റ്റിച്ചിലേക്കും 3 ഡബിൾ ക്രോഷ്യാണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് യാൺ ഓവർ ചെയ്തിട്ട് നെക്സ്റ്റ് സ്പേസിലേക്ക്, ഈ ഒരു സ്പേസിലേക്ക് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്ത് പുള്ള് ചെയ്യുക. 3 ലൂപ്സ് ഉണ്ടാവും. യാൺ ഓവർ ചെയ്ത് ഫസ്റ്റ് 2 ലൂപ്പിനെ ക്ലോസ് ചെയ്യുക. പിന്നെയും 2 ലൂപ്പ് ഉണ്ടാവും, അതിനെയും ക്ലോസ് ചെയ്യുക. പിന്നെയും യാൺ ഓവർ ചെയ്തിട്ട് ആ ഒരു സെയിം സ്പേസിലേക്ക് ഇൻസേർട്ട് ചെയ്ത് പുള്ള് ചെയ്യുക. ഇപ്പോൾ നമ്മളുടെ ഹുക്കിന് മേലെ 3 ലൂപ്സ് ആയിരിക്കും ഉണ്ടാവുക. യാൺ ഓവർ ചെയ്ത് ഫസ്റ്റ് 2 ലൂപ്സിനെ ക്ലോസ് ചെയ്യുക. പിന്നെയും 2 ലൂപ്സ് ഉണ്ടാവും. യാൺ ഓവർ ചെയ്ത് ആ 2 ലൂപ്സിനെയും ക്ലോസ് ചെയ്യുക. ഇപ്പം ഇനി നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യയും കൂടെ ചെയ്യാണ്. അതിന് വേണ്ടിയിട്ട് യാൺ ഓവർ ചെയ്തതിന് ശേഷം ആ ഒരു സെയിം സ്പേസിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്ത് പുള്ള് ചെയ്യുക. ഇപ്പം നമ്മളുടെ ഹുക്കിന് മേലെ 3 ലൂപ്സ് ആയിരിക്കും ഉണ്ടാകുക. യാൺ ഓവർ ചെയ്ത് ഫസ്റ്റ് 2 ലൂപ്പിനെ ക്ലോസ് ചെയ്യുക. യാൺ ഓവർ ചെയ്തിട്ട് ലാസ്റ്റ് 2 ലൂപ്സിനെയും കൂടെ ക്ലോസ് ചെയ്യുക. ഇനി നമ്മൾ ചെയിൻ 1 ചെയ്യാണ്. അപ്പം നമ്മൾ ഈ ഒരു സ്പേസ് എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് കോർണറാണ്. അതിലേക്ക് നമ്മൾ 3 ട്രിപ്പിൾ ക്രോഷ്യാണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് 2 പ്രാവശ്യം യാൺ ഓവർ ചെയ്യുക. ആ ഒരു സ്പേസിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്ത് പുള്ള് ചെയ്യുക. ഇപ്പം നമ്മളുടെ ഹുക്കിൻ്റെ മേലെ 4 ലൂപ്സ് ആയിരിക്കും ഉണ്ടാവുക. യാൺ ഓവർ ചെയ്ത് ഫസ്റ്റ് 2 ലൂപ്പിനെ ക്ലോസ് ചെയ്യുക. യാൺ ഓവർ ചെയ്ത് അടുത്ത 2 ലൂപ്പിനെയും കൂടെ ക്ലോസ് ചെയ്യുക. ഇനി നമുക്ക് ലാസ്റ്റ് 2 ലൂപ്സ് ആയിരിക്കും, അതിനെയും ക്ലോസ് ചെയ്യാം. നമുക്ക് അടുത്ത ട്രിപ്പിൾ ക്രോഷ്യ തന്നെ ചെയ്യാം. ഒരു സെയിം സ്പേസിലേക്ക് 2 പ്രാവശ്യം യാൺ ഓവർ ചെയ്യുക. ആ ഒരു സെയിം സ്പേസിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്ത് പുള്ള് ചെയ്യുക. ഇപ്പം നമ്മളുടെ ഹുക്കിന് മേലെ 4 ലൂപ്സ് ആയിരിക്കും. യാൺ ഓവർ ചെയ്ത് ഫസ്റ്റ് 2 ലൂപ്പിനെ ക്ലോസ് ചെയ്യുക. യാൺ ഓവർ ചെയ്തിട്ട് പിന്നെയും 2 ലൂപ്പിനെ ക്ലോസ് ചെയ്യുക. ഇപ്പം നമ്മളുടെ ഹുക്കിൻ്റെ മേലെ ലാസ്റ്റ് 2 ലൂപ്സ് ആയിരിക്കും, അതിനെയും ക്ലോസ് ചെയ്യുക. പിന്നെയും ഇനി നമുക്ക് ഒരു ട്രിപ്പിൾ ക്രോഷ്യയും കൂടെ ചെയ്യാം. 2 പ്രാവശ്യം യാൺ ഓവർ ചെയ്യുക. ആ ഒരു സെയിം സ്പേസിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്ത് പുള്ള് ചെയ്യുക. ഇപ്പം നമ്മളുടെ ഹുക്കിൻ്റെ മേലെ 4 ലൂപ്സ് ആയിരിക്കും. യാൺ ഓവർ ചെയ്ത് ഫസ്റ്റ് 2 ലൂപ്സിനെ ക്ലോസ് ചെയ്യുക. പിന്നെയും 3 ലൂപ്സ് ഉണ്ടാവും. യാൺ ഓവർ ചെയ്ത് നെക്സ്റ്റ് 2 ലൂപ്സിനെ ക്ലോസ് ചെയ്യുക. പിന്നെ ലാസ്റ്റ് 2 ലൂപ്സ് ആയിരിക്കും, അതിനെയും ക്ലോസ് ചെയ്യുക. ഇനി നമ്മൾ ചെയിൻ 3 ആണ് ചെയ്യാൻ പോകുന്നത്. 1 2 3. അതിനുശേഷം നമ്മൾ ഈ ഒരു സെയിം സ്പേസിലേക്ക് 3 ട്രിപ്പിൾ ക്രോഷ്യയും കൂടെ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് 2 പ്രാവശ്യം യാൺ ഓവർ ചെയ്ത് ആ ഒരു സെയിം സ്പേസിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്ത് പുള്ള് ചെയ്യുക. ഇപ്പം നമ്മുടെ ഹുക്കിൻ്റെ മേലെ 4 ലൂപ്സ് ആയിരിക്കും. യാൺ ഓവർ ചെയ്ത് ഫസ്റ്റ് 2 ലൂപ്സിനെ ക്ലോസ് ചെയ്യുക. പിന്നെ 3 ലൂപ്സ് ആയിരിക്കും. നെക്സ്റ്റ് 2 ലൂപ്സിനെ ക്ലോസ് ചെയ്യുക. പിന്നെ ലാസ്റ്റ് 2 ലൂപ്സ് ആയിരിക്കും, അതിനെയും നമ്മൾ ക്ലോസ് ചെയ്യുക. ഇനി നമുക്ക് ഒരു ട്രിപ്പിൾ ക്രോഷ്യയും കൂടെ ചെയ്യാം. ഇനി നമ്മൾ 2 പ്രാവശ്യം യാൺ ഓവർ ചെയ്യാണ്. ആ ഒരു സെയിം സ്പേസിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്ത് പുള്ള് ചെയ്യുക. ഇപ്പം നമ്മളുടെ ഹുക്കിൻ്റെ മേലെ 4 ലൂപ്സ് ആയിരിക്കും ഉണ്ടാവുക. യാൺ ഓവർ ചെയ്ത് ഫസ്റ്റ് 2 ലൂപ്സിനെ ക്ലോസ് ചെയ്യുക. ഇപ്പം നമ്മൾ ഹുക്കിൻ്റെ മേലെ 3 ലൂപ്സ് ആയിരിക്കും. യാൺ ഓവർ ചെയ്ത് നെക്സ്റ്റ് 2 ലൂപ്സിനെ ക്ലോസ് ചെയ്യുക. അറ്റ് ലാസ്റ്റ് 2 ലൂപ്സ് ആയിരിക്കും, അതിനെയും ക്ലോസ് ചെയ്യുക. പിന്നെ 2 പ്രാവശ്യം യാൺ ഓവർ ചെയ്യുക. ആ ഒരു സെയിം സ്പേസിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്ത് പുള്ള് ചെയ്യുക. ഇപ്പം നമ്മളുടെ ഹുക്കിൻ്റെ മേലെ 4 ലൂപ്സ് ആയിരിക്കും. യാൺ ഓവർ ചെയ്ത് ഫസ്റ്റ് 2 ലൂപ്സിനെ ക്ലോസ് ചെയ്യുക. യാൺ ഓവർ ചെയ്ത് നെക്സ്റ്റ് 2 ലൂപ്സിനെ ക്ലോസ് ചെയ്യുക. ആൻഡ് ലാസ്റ്റ് 2 ലൂപ്സ് ഉണ്ടാകും, അതിനെയും യാൺ ഓവർ ചെയ്ത് ക്ലോസ് ചെയ്യുക. ഇനി നമ്മൾ ചെയിൻ 1 ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഒരു സ്പേസിലേക്ക് നമ്മൾ 3 ഡബിൾ ക്രോഷ്യയാണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് 1 പ്രാവശ്യം യാൺ ഓവർ ചെയ്ത് ആ ഒരു സ്പേസിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. അതിനുശേഷം യാൺ ഓവർ ചെയ്ത് പുള്ള് ചെയ്യുക. ഇപ്പം നമ്മളുടെ ഹുക്കിൻ്റെ മേലെ 3 ലൂപ്സ് ആയിരിക്കും ഉണ്ടാകുക. യാൺ ഓവർ ചെയ്ത് ഫസ്റ്റ് 2 ലൂപ്സിനെ ക്ലോസ് ചെയ്യുക. ആൻഡ് ലാസ്റ്റ് 2 ലൂപ്സിനെയും ക്ലോസ് ചെയ്യുക. ഒന്നും കൂടെ യാൺ ഓവർ ചെയ്ത് ആ ഒരു സെയിം സ്പേസിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്ത് പുള്ള് ചെയ്യുക. ഇപ്പം നമ്മളുടെ ഹുക്കിൻ്റെ മേലെ 3 ലൂപ്സ് ആയിരിക്കും. യാൺ ഓവർ ചെയ്ത് ഫസ്റ്റ് 2 ലൂപ്സിനെ ക്ലോസ് ചെയ്യുക. ആൻഡ് ലാസ്റ്റ് 2 ലൂപ്സിനെയും ക്ലോസ് ചെയ്യുക. ഒന്നും കൂടെ യാൺ ഓവർ ചെയ്ത് ആ ഒരു സെയിം സ്പേസിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്ത് പുള്ള് ചെയ്യുക. ഇപ്പം നമ്മളുടെ ഹുക്കിൻ്റെ മേലെ 3 ലൂപ്സ് ആയിരിക്കും. യാൺ ഓവർ ചെയ്ത് ഫസ്റ്റ് 2 ലൂപ്സിനെ ക്ലോസ് ചെയ്യുക. അനദർ 2 ലൂപ്സ് ഉണ്ടാവും, അതിനെയും നമ്മൾ ക്ലോസ് ചെയ്യുക. നമ്മൾ ചെയിൻ 1 ആണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഈ ഒരു സ്പേസിലും കൂടെ നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു തവണ യാൺ ഓവർ ചെയ്യുക. ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് യാൺ ഓവർ ചെയ്ത് പുള്ള് ചെയ്യുക. ഇപ്പം നമ്മളുടെ ഹുക്കിൻ്റെ മേലെ 3 ലൂപ്സ് ആയിരിക്കും. യാൺ ഓവർ ചെയ്ത് ഫസ്റ്റ് 2 ലൂപ്സിനെ ക്ലോസ് ചെയ്യുക. അനദർ 2 ലൂപ്സ് ഉണ്ടാവും, അതിനെയും ക്ലോസ് ചെയ്യുക. യാൺ ഓവർ ചെയ്ത് ആ ഒരു സെയിം സ്പേസിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്ത് പുള്ള് ചെയ്യുക. ഇപ്പം നമ്മളുടെ ഹുക്കിൻ്റെ മേലെ 3 ലൂപ്സ് ആയിരിക്കും. യാൺ ഓവർ ചെയ്ത് ഫസ്റ്റ് 2 ലൂപ്സിനെ ക്ലോസ് ചെയ്യുക. അനദർ 2 ലൂപ്സ് ഉണ്ടാവും, അതിനെയും ക്ലോസ് ചെയ്യുക. അഗെയിൻ ഒന്നും കൂടെ യാൺ ഓവർ ചെയ്യുക.
ആ ഒരു സെയിം സ്പേസിലേക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്ത് പുൾ ചെയ്യുക. ഇപ്പം നമ്മളുടെ ഹുക്കിൻ്റെ മേലെ 3 ലൂപ്സ് ആയിരിക്കും. യാൺ ഓവർ ചെയ്ത് ഫസ്റ്റ് 2 ലൂപ്സിനെ ക്ലോസ് ചെയ്യുക, അനദർ 2 ലൂപ്സ് ഉണ്ടാവും, അതിനെയും നമ്മൾ ക്ലോസ് ചെയ്യുക. നമ്മളിവിടെ ഒരു ചെയിൻ 1 ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു സ്പേസിൽ നമ്മൾ സെക്കൻഡ് കോർണറാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം 3 ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ആദ്യം 2 പ്രാവശ്യം യാൺ ഓവർ ചെയ്യുക, ആ ഒരു സ്പേസിലേക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്ത് പുൾ ചെയ്യുക. ഇപ്പം നമ്മുടെ ഹുക്കിൻ്റെ മേലെ 4 ലൂപ്സ് ആയിരിക്കും. യാൺ ഓവർ ചെയ്ത് ഫസ്റ്റ് 2 ലൂപ്സിനെ ക്ലോസ് ചെയ്യുക, അനദർ 2 ലൂപ്സ് ഉണ്ടാവും, അതിനെയും ക്ലോസ് ചെയ്യുക, ലാസ്റ്റ് 2 ലൂപ്സ് അതും ക്ലോസ് ചെയ്യുക. ഇനി നമുക്ക് ഒന്നും കൂടി ചെയ്യാം. ഫസ്റ്റ് 2 പ്രാവശ്യം യാൺ ഓവർ ചെയ്യുക, ആ ഒരു സ്പേസിലേക്ക് ഇൻസേർട്ട് ചെയ്ത് യാൺ ഓവർ ചെയ്ത് പുൾ ചെയ്യുക, 4 ലൂപ്സ് ഉണ്ടാകും. ഫസ്റ്റ് 2 ലൂപ്സിനെ ക്ലോസ് ചെയ്യുക, അനദർ 3 ലൂപ്സ് ഉണ്ടാകും, അതിലും 2 ലൂപ്സിനെ ക്ലോസ് ചെയ്യുക, അനദർ ലാസ്റ്റ് 2 ലൂപ്സ് അതിനെയും ക്ലോസ് ചെയ്യുക. ഇനി ഒന്നും കൂടി ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുക. 2 പ്രാവശ്യം യാൺ ഓവർ ചെയ്ത് ആ ഒരു സ്പേസിലേക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്ത് പുൾ ചെയ്യുക, 4 ലൂപ്സ് ഉണ്ടാവും, യാൺ ഓവർ ചെയ്ത് ഫസ്റ്റ് 2 ലൂപ്സിനെ ക്ലോസ് ചെയ്യുക, അനദർ 2 ലൂപ്സ് ഉണ്ടാവും, അതിനെയും ക്ലോസ് ചെയ്യുക, ആൻഡ് ലാസ്റ്റ് 2 ലൂപ്സ് ഉണ്ടാവും, അതും ക്ലോസ് ചെയ്യുക. ഇനി നമ്മൾ 3 ചെയിനാണ് ചെയ്യാൻ പോകുന്നത്. 1 2 3. ഇപ്പം നമ്മളിവിടെ 3 ചെയിൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു സെയിം സ്പേസിലേക്ക് തന്നെ നമുക്കിനി 3 ട്രിപ്പിൾ ക്രോഷ്യയും കൂടി ഒന്ന് ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് 2 പ്രാവശ്യം യാൺ ഓവർ ചെയ്യുക, ആ ഒരു സ്പേസിലേക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്ത് പുൾ ചെയ്യുക, 4 ലൂപ്സ് ഉണ്ടാകും, യാൺ ഓവർ ചെയ്ത് ഫസ്റ്റ് 2 ലൂപ്സിനെ ക്ലോസ് ചെയ്യുക, അനദർ 3 ലൂപ്സ് ഉണ്ടാവും, അതിനെയും അതിൻ്റെ അകത്ത് 2 ലൂപ്സിനെ ക്ലോസ് ചെയ്യുക, ആൻഡ് ലാസ്റ്റ് 2 ലൂപ്സ് ഉണ്ടാവും, അതും ക്ലോസ് ചെയ്യുക. നമുക്കൊന്നും കൂടി ചെയ്യാം. 2 പ്രാവശ്യം യാൺ ഓവർ ചെയ്യുക, ഒരു സ്പേസിലേക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്ത് പുൾ ചെയ്യുക, 4 ലൂപ്സ് ഉണ്ടാവും, യാൺ ഓവർ ചെയ്ത് ഫസ്റ്റ് 2 ലൂപ്സിനെ ക്ലോസ് ചെയ്യുക, അനദർ 2 ലൂപ്സ് ഉണ്ടാവും, അതും ക്ലോസ് ചെയ്യുക, ലാസ്റ്റ് 2 ലൂപ്സ് അതും ക്ലോസ് ചെയ്യുക. അപ്പം നമ്മൾ ലാസ്റ്റ് 3 സെക്കൻഡ് കോർണറും നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയിൻ 1 ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്പേസിലേക്ക് നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്യാം. 3 ഡബിൾ ക്രോഷ്യയാണുള്ളത്. അതിന് വേണ്ടിയിട്ട് ആദ്യം യാൺ ഓവർ ചെയ്യുക, അതിനുശേഷം ആ ഒരു സ്പേസിലേക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്ത് പുൾ ചെയ്യുക, 3 ലൂപ്സ് ഉണ്ടാവും, യാൺ ഓവർ ചെയ്ത് ഫസ്റ്റ് 2 ലൂപ്സിനെ ക്ലോസ് ചെയ്യുക, അനദർ 2 ലൂപ്സ് ഉണ്ടാവും, അതും ക്ലോസ് ചെയ്യുക. ഇനി നമുക്ക് ഇവിടെയുള്ള 2 ഡബിൾ ക്രോഷ്യ കൂടെ ചെയ്യാം. 1 ടൈമേ യാൺ ഓവർ ചെയ്യണ്ടു. ഇനി നമുക്ക് ചെയിൻ 1 ചെയ്യാം. നമുക്ക് ഈ ഒരു സ്പേസിലും നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് യാൺ ഓവർ ചെയ്യുക, ആ ഒരു സ്പേസിലേക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്ത് പുൾ ചെയ്യുക, 3 ലൂപ്സ് ഉണ്ടാവും, ഫസ്റ്റ് 2 ലൂപ്സ്, അനദർ 2 ലൂപ്സ്, ഇനി നമ്മൾ ഈ ഒരു സ്പേസിൽ നമ്മൾ നെക്സ്റ്റ് കോർണർ ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം 2 പ്രാവശ്യം യാൺ ഓവർ ചെയ്തിട്ട് ആ ഒരു സ്പേസിലേക്ക് ഇൻസേർട്ട് ചെയ്ത് യാൺ ഓവർ ചെയ്ത് പുൾ ചെയ്യുക. ഇപ്പം നമ്മളുടെ ഹുക്കിൻ്റെ മേലെ 4 ലൂപ്സ് ഉണ്ടാവും, യാൺ ഓവർ ചെയ്ത് ഫസ്റ്റ് 2, ഇപ്പോൾ 3 ലൂപ്സ് ആണുള്ളത്, നെക്സ്റ്റ് 2, ലാസ്റ്റ് 2 ലൂപ്സ് ഉണ്ടാവും, അതും നമുക്ക് ക്ലോസ് ചെയ്യാം. ഇനി നമ്മളിവിടെ 2 ട്രിപ്പിൾ ക്രോഷ്യയും കൂടെ ചെയ്യാം. ആൻഡ് ചെയിൻ 3 പിന്നെയും ആ ഒരു സെയിം സ്പേസിലേക്ക് തന്നെ 2 ട്രിപ്പിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മളിവിടെ കോർണർ ഫിനിഷ് ആയിട്ടുണ്ട്. എന്നിട്ട് ചെയിൻ 1 ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു സ്പേസിൽ നമ്മൾ 3 ഡബിൾ ക്രോഷ്യയാണ് ചെയ്യാൻ പോകുന്നത്. അത് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി നമ്മൾ ഈ ഒരു സ്പേസിൽ 3 ട്രിപ്പിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചെയിൻ ചെയ്യാം. അതിന് ശേഷം നമുക്കിവിടെ 3 ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യാം. അപ്പം നമ്മളിവിടെ 3 ട്രിപ്പിൾ ക്രോഷ്യ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചെയിൻ 3 ആണ്. 1 2 3. അപ്പോൾ നമ്മളിവിടെ ചെയിൻ 3 ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 4th ചെയിനിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ചാണ് ചെയ്യേണ്ടത്. 1 2 3 4. 4th ചെയിനിലേക്ക് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യുക,
യാൺ ഓവർ ചെയ്ത് പുള്ള് ചെയ്യുക. ഇപ്പോൾ നമ്മളുടെ ഹുക്കിൻ്റെ മേലെ 2 ലൂപ്സ് ആയിരിക്കും. അപ്പോൾ ഈ ലൂപ്പിലൂടെ ഈ ലൂപ്പിനെ കൊണ്ടുവരും. നമുക്കിതിനെ ഒന്ന് ടൈറ്റ് ചെയ്യാം. നമുക്കിത് വലിക്കാം. അപ്പോൾ നമ്മളിവിടെ നമ്മളെ ഗ്രാനി സ്ക്വയർ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു യാൺ ഇവിടെ കട്ട് ചെയ്യാം. ഈ ഒരു യാണിനെ ഞാൻ പുറത്തേക്ക് വലിക്കുകയാണ്. ഇതാണ് നമ്മളുടെ ഗ്രാനി സ്ക്വയർ. അപ്പോൾ ഞാനിതിൻ്റെ ബാക്ക് സൈഡ് എടുത്തിട്ടുണ്ട്. ഇവിടുന്ന് ഞാനൊരു യാണിൻ്റെ ടെയിൽ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് വേണ്ടി കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഏതെങ്കിലും ഒരു സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ വീവ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു സ്റ്റിച്ചിലേക്കാണ് വീവ് ചെയ്യാൻ കൊടുക്കുന്നത്. അപ്പം ഞാനിവിടെ വീവ് ചെയ്തതിന് ശേഷം ഈ ഒരു ടെയിൽ കട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ള ടെയിൽസും കൂടെ വീവ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഗ്രാനി സ്ക്വയർ ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്.